ഹായ് ഫ്രണ്ട്സ്. ഇപ്പം നമ്മുടെ സോഷ്യൽ മീഡിയയിൽ കത്തി നിൽക്കുന്ന ഒരു ഫോട്ടോയാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത്. നമ്മുടെ നടൻ നെപ്പോളിയൻ്റെ മകൻ്റെ കല്യാണം. ഒത്തിരി ശരീരത്തിനൊക്കെ സ്വാധീനം കുറഞ്ഞ ഒരു പയ്യനാണ്. അവൻ്റെ കല്യാണം അവർ ഗംഭീരമായിട്ട് കോടികൾ മുടക്കി നടത്തി. അപ്പം നല്ലൊരു പെണ്ണിനെ കണ്ടെത്തി കൊടുത്തു. അപ്പം ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പെണ്ണിൻ്റെ ജീവിതം തുലച്ചു. ഒരു പെണ്ണിനെ അമ്മ പ്രസവിക്കുമ്പോൾ അവർക്ക് പല കാഴ്ചപ്പാടുകളും മാതാപിതാക്കൾക്കുണ്ടാവും. പക്ഷേ ഇതൊരു പെണ്ണിൻ്റെ ജീവിതം കുരുതി കൊടുക്കുന്നതിന് തുല്യമല്ലേ എന്നൊക്കെയാണ് നമ്മുടെ ഈ സമൂഹം സംസാരിക്കുന്നത്. എടേ, പെണ്ണിനും പെണ്ണിൻ്റെ വീട്ടുകാർക്കും ഇല്ലാത്ത ചെയ്ത് നിനക്കൊക്കെ എന്തിനടേ? അവർ ചിലപ്പം പൈസയ്ക്ക് വേണ്ടിയായിരിക്കും, അല്ലെങ്കിൽ ബാക്കി എന്തെങ്കിലും വേണ്ടിയായിരിക്കും. പക്ഷേ അവർക്ക് പ്രശ്നമില്ലെങ്കിൽ പിന്നെ നിനക്കൊക്കെ എന്തരൻ്റെ കേട്? പിന്നെ ഇപ്പോൾ ഒരു അച്ഛന് എപ്പോഴും ഒരു മകൻ എന്ത് അസുഖം ഉണ്ടെങ്കിലും ഒരു അച്ഛൻ എന്ന നിലയിൽ അവനെ ഉയർത്തി കൊണ്ടുവരേണ്ടത് ഒരു അച്ഛൻ എന്ന നിലയിൽ നെപ്പോളിയൻ്റെ കടമ തന്നെയാണ്. അപ്പം അത് നെപ്പോളിയൻ ചെയ്തതിനെക്കുറിച്ച് നമുക്കൊരിക്കലും നെപ്പോളിയൻ്റെ ഭാഗത്ത് തെറ്റ് പറയാൻ സാധിക്കില്ല. ചിലപ്പം ആ പെൺകുട്ടിക്ക് ചിലപ്പം സാമ്പത്തിക ഒരു ബുദ്ധിമുട്ടുണ്ടായിരിക്കും, അവർ ചിലപ്പോൾ അങ്ങനെ സഹായിച്ചായിരിക്കും. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അവർക്ക് ആ പൈസ കിട്ടിയപ്പം ചിലപ്പം കുഴപ്പമില്ല, അങ്ങനെ ആൾക്ക് ജീവിതം കൊടുക്കുവാൻ ചിലപ്പം മനസ്സ് കാണിച്ചതായിരിക്കും. അതിനൊരിക്കലും കുറ്റം പറയാനും പറ്റില്ല. പൈസയ്ക്ക് വേണ്ടിയാണെങ്കിലും എന്തിനു വേണ്ടിയാണെങ്കിലും ഒരു നന്മ പ്രവൃത്തിയാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിച്ചത് ആ പെണ്ണിൻ്റെ ഭാഗത്തു നിന്ന്. അപ്പം ചിലപ്പം പണത്തിന് വേണ്ടി ആയിരിക്കണമെന്നില്ല, ഒരു നന്മ എന്നുള്ള രീതിയിൽ സ്വന്തം ജീവിതം ഇതുപോലുള്ള ഒരാളിനെ നോക്കുവാൻ വേണ്ടി മാറ്റി വയ്ക്കുന്നു എന്ന് നമുക്ക് കണ്ടുകൂടെ? അതായത് സിനിമയിൽ മാത്രം നടക്കണമെന്നില്ല, ചിലപ്പം ജീവിതത്തിൽ നടന്നെന്ന് വരാം. ഇനിയുള്ള അവരുടെ ജീവിതം അവരാണ് നോക്കേണ്ടത്. അവർക്കതെല്ലാം അവർ മുൻകൂട്ടി കണ്ടിട്ടായിരിക്കണമല്ലോ അവരിതിനൊക്കെ സമ്മതിച്ചിട്ടുള്ളത്. അപ്പം ഇവിടെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്നവന്മാർക്ക് പെണ്ണ് കിട്ടാത്തതിൻ്റെയൊക്കെ ഉള്ളൊരു ചൊറിച്ചിലായിട്ട് മാത്രം നമ്മൾ കണ്ടാൽ മതി. ബാക്കി ഈ പൈസ ഉണ്ടെങ്കിൽ എന്ത് നടക്കുമെന്ന് പറയുന്നത് ശരിയല്ലേ? പൈസ ഉണ്ടെങ്കിൽ എന്ത് നടക്കും? ഇത് ചിലപ്പം പൈസ ഇല്ലാത്തൊരു പയ്യനാണെങ്കിൽ ചിലപ്പോൾ ഇതുപോലൊരു കല്യാണം നടക്കണമെന്നില്ല. അത് നിങ്ങൾ പറയുന്നത് ശരിയാണ്. പക്ഷേ ഒരു കല്യാണം നടന്ന് ഒരാളുടെ ജീവിതം രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ ഒരാളുടെ ജീവിതത്തിൽ ഒരു സൗഭാഗ്യം വന്ന് കയറിയപ്പോൾ പെണ്ണിൻ്റെ ജീവിതം തുടങ്ങി, ഇവനൊക്കെ കുരു കൊണ്ട് പോകേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് പ്രാഗി നടന്നിട്ട് ഒരു കാര്യവുമില്ല. അത് ഒരു ചൊറിച്ചിലായിട്ട് മാത്രം കണ്ടാൽ മതി. നല്ലൊരു ജീവിതം അവന് കിട്ടട്ടെ എന്ന് നമുക്ക് ആശംസിക്കുക എന്നുള്ളതല്ലാതെ എനിക്ക് കിട്ടുന്നെങ്കിൽ എന്ന് ചിന്തിച്ചിട്ട് ഒരു കാര്യമില്ല. ഇതുപോലെ പെണ്ണ് കിട്ടാത്തവന്മാർ എൻ്റെ കല്യാണം നടക്കുന്നില്ലല്ലോ, ഇങ്ങനെയുള്ളവർക്കൊക്കെ കല്യാണം നടക്കുന്നത് പൈസയേറെ ഇതുകൊണ്ടാണ് എന്നൊക്കെ ചിന്തിച്ചിട്ട് കാര്യമില്ല. പൈസ ഉണ്ടെങ്കിൽ എന്ത് നടക്കുമെന്ന് പറയുന്നത് ശരിയാണെന്ന് പറയുന്നത് പോലെ തന്നെ തലയിൽ വര കൂടെ വേണം. അപ്പം അതില്ലാത്തവന്മാർ ഇതുപോലെ ചൊറിഞ്ഞ് നടക്കും. പിന്നെ നെപ്പോളിയൻ്റെ ഭാഗത്ത് ഇതിന് ഒരു തെറ്റുമില്ല. കാരണം ഒരു മകനാണ്, സ്വന്തം മകനാണ്. അപ്പോൾ സ്വന്തം മകന് എത്ര പൈസ മുടക്കിയായിരുന്നാലും ശരി തന്നെ അവൻ്റെ ജീവിതം രക്ഷപ്പെടുത്തുക എന്നുള്ളത് സ്വന്തം ഒരു അച്ഛൻ്റെ കടമ തന്നെയാണ്. അപ്പോൾ ആ കടമ പുള്ളി നിർവഹിച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ ഈ സോഷ്യൽ മീഡിയയിൽ ചൊറിയായിരിക്കുന്നവന്മാരടുത്ത് ഓയിൻമെൻറ്റ് വാങ്ങിച്ചു കൊടുത്തിട്ടൊരു കാര്യമില്ല. അപ്പം നിങ്ങൾക്ക് ഈ ഇതിനെക്കുറിച്ച്, ഈ ഒരു വിവാഹത്തിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങൾക്ക് ചൊറിയാണോ, അതോ ഒരാളുടെ ജീവിതം രക്ഷപ്പെട്ടു, അവനെ നോക്കട്ടെ, അവൻ്റെ ജീവിതം ബാക്കിയുള്ള കാര്യം ഇഷ്ടകാലം നോക്കാൻ ഒരാളായി എന്ന് തോന്നുന്നുണ്ടോ? എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലിടാം.